ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, ഞാൻ രാവിലെ മുതൽ നിന്നെ കാത്തിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ മീനിങ് എന്താ? ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഏക്കടെ മനസ്സിലായി. ഇത് രാവിലെ മുതൽ കാത്തിരിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അപ്പം ഇതൊരു കണ്ടിന്യൂ പ്രോസസ്സായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിൽ നമുക്ക് പറയാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഞാൻ, ഐ, രാവിലെ, മോർണിംഗ്. കാത്തിരിക്കുക എന്ന് വെച്ചാൽ എന്താ? വെയിറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ ഹാവ് ബീൻ. നമ്മളിവിടെ എന്താ ഉപയോഗിച്ചത്? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ്. എപ്പോൾ മുതലാ? മോർണിംഗ്. രാവിലെ മുതൽ കാത്തിരിക്കാൻ തുടങ്ങിയതാണ്, ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അപ്പം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. ഞാൻ രാവിലെ മുതൽ കാത്തിരിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ഇപ്പോഴും കാത്തിരിക്കുകയാണെന്ന്. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയാം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. അപ്പം രാവിലെ കാത്തിരിക്കാൻ തുടങ്ങിയതാണ്, ഇപ്പോഴും കാത്തിരിക്കുകയാണെന്ന് നമുക്കിത് കേൾക്കുമ്പോഴേ മനസ്സിലാവും. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചിട്ട് നമ്മൾ ഇത് നോക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. അപ്പം ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു സ്ട്രക്ചറാണിത്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കും. ഇത് ഓർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി, പിന്നെന്താ? പ്ലസ് ഒ. ഈ ഒ ഒബ്ജക്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് സിൻസ് ഓർ ഫോർ. ഈ സിൻസ് ഓർ ഫോർ ഉപയോഗിക്കുന്നത് എന്താ? നമ്മൾ ടൈമിനെ പറയാൻ വേണ്ടിയിട്ടാണ്, ടൈമിനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കണ്ടോ സിൻസ് മോർണിംഗ്. അപ്പം രാവിലെ ആ രാവിലത്തെ കാര്യത്തിന് നമ്മൾ ഒരു സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സിൻസ് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഫോറും ഉപയോഗിക്കാം. ഫോർ 2 days ഐ സ്റ്റേഡ് ദെയർ ഫോർ 2 days. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ദെയർ ഫോർ 2 days. അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടും ഒരു ടൈമിനെ പറയാൻ വേണ്ടിയിട്ടാണ് സിൻസ് ഓർ ഫോർ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ. അപ്പം നമുക്ക് ഇത്രയും ലെങ്തി സ്ട്രക്ചറാണെന്ന് വിചാരിക്കും എന്തൊരു പാടാണ്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഈ സെൻറ്റൻസ് ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി, പിന്നെ ഈ സിൻസ് ഓർ ഫോർ. ഇപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ എപ്പോഴും ടൈമിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സിൻസ് ഓർ ഫോർ നമുക്ക് ഉപയോഗിക്കണം. ഇത്രയും ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുമ്പം ഹാസ് ഐ ആണ് സബ്ജക്റ്റ്. ഞങ്ങൾ എഴുതി സബ്ജക്റ്റിന് ഐ ആണ് സബ്ജക്റ്റ്. പിന്നെന്താ? നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഇപ്പോൾ ഹാസ് ഓർ ഹാവ് ബീൻ നമുക്ക് സബ്ജക്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം സബ്ജക്റ്റ് നോക്കുക എന്താണെന്ന്. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ട് നമുക്ക് ഹാസ് ബീൻ ആഡ് ചെയ്യണോ ഹാവ് ബീൻ ആഡ് ചെയ്യണോ നമുക്ക് തീരുമാനിക്കാം. ഇവിടെ ഹാസ് ഓർ ഹാവ് ബീൻ ആണ്. അപ്പോൾ ഒന്നീ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആഡ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റിനൂടെ നമ്മൾക്ക് അപ്പോൾ എന്ത് ആഡ് ചെയ്യാമെന്ന് നമ്മൾ നോക്കാം. ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ ഐ ഹാസ് ബീൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. നമുക്ക് ഐ ഹാവ് ബീനേ പറ്റുള്ളൂ. കാര്യം നമ്മൾ എവിടേക്കാണ് ഹാവ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഐ ദേ വി. ഇപ്പോൾ പ്ലൂറൽ നൗൺസിലാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യേണ്ടത്. അപ്പം പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വി, ഐ, യു, ദേ ഇവിടെയൊക്കെ നമുക്ക് ഹാവ് ഉപയോഗിക്കാം. പക്ഷേ ഹാസ് ഉപയോഗിക്കുന്നത് ഇവിടെ ഹീ ആയിരുന്നെങ്കിൽ ഷീ, ഷീ, ഇറ്റ് ഇവിടെ എല്ലാം നമുക്ക് ഹാസ് ഉപയോഗിച്ചും പറയാം. നമ്മളത് ഓൾറെഡി നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഹാവ് ബീൻ നമ്മൾ എഴുതിയത്. ഐ ഹാവ് ബീൻ. പിന്നെ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. ആ വെയിറ്റ് അതിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജിയും കൂടെ യൂസ് ചെയ്തു, വെയിറ്റിംഗ്. അപ്പോൾ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്. അപ്പോൾ സിൻസും ഫോറും യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ പറയാം എപ്പോഴാണെന്ന്. സിൻസ് എന്ന് പറയുമ്പോൾ ഒരു കറക്റ്റ് ടൈമിനെ പറയാൻ വേണ്ടിയിട്ട് സിൻസ് മോർണിംഗ് അല്ലെങ്കിൽ സിൻസ് 2018 ഒരു കറക്റ്റ് പോയിൻ്റ് ഓഫ് ടൈമിനെ പറയാണ്. സിൻസ് 5 o'clock അതൊരു കറക്റ്റ് ടൈമിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സിൻസ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് മോർണിംഗ് ആണെന്ന്. അപ്പോൾ അത് കറക്റ്റ് ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ സിൻസ് ഉപയോഗിച്ചു. പക്ഷേ ഈ ഫോർ ഉപയോഗിക്കുന്ന ഇവിടെ ഈ ഫോർ. അപ്പോൾ നമുക്ക് ഫോർ എവിടെ ഉപയോഗിക്കാമെന്ന് പറയാം. ഫോർ എന്ന് പറയുമ്പോൾ എത്ര കാലമായി, ഞാൻ എത്ര നേരം കൊണ്ട് പഠിക്കുന്നു, പീരീഡ് ഓഫ് ടൈം എന്ന്. കാര്യം ഇപ്പം ഞാൻ 2 മണിക്കൂർ തൊട്ട് പഠിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 2 hours 2 മണിക്കൂർ തൊട്ട് പഠിക്കുകയാണ്. പിന്നെ നമുക്ക് പറയാം അവൾ ഇവിടെ 5 വർഷമായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ എത്ര കാലമായെന്ന് പറയത്തില്ലേ. അപ്പോൾ ഷീ ഹാസ്
അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. അപ്പം 5 വർഷം മുതൽ അങ്ങനെ ഒരു കാലഘട്ടത്തെ പറയാൻ, അല്ലെങ്കിൽ അരമണിക്കൂറാണെങ്കിൽ വെച്ചു ഇപ്പോൾ ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 30 minutes. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് നമ്മൾ ഫോർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അത് ഓർത്ത് വെച്ചേക്കുക, സിൻസും ഫോറും. സിൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പോയിൻ്റ് ഓഫ് ടൈം, ആ ടൈമിനെ കാണിക്കുന്നുണ്ട്. ഫോർ എന്ന് പറയുമ്പോൾ കാലം, എത്ര കാലം, 30 minutes ആണോ 5 years ആണോ, അങ്ങനെ ഒരു കാലത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് സിൻസ് ഓർ ഫോർ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഓർത്ത് വെച്ചേക്കേണ്ട ഇത്രയും മതി, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ. അതിൻ്റെ കൂടെ നമുക്കറിയാം വെർബ് പ്ലസ് ING എന്തായാലും വരും ഹാസ് ഓർ ഹാവ് ബീൻ്റെ കൂടെ. പിന്നെ ഈ സിൻസും ഫോറും കൂടെ അതിൻ്റെ കൂടെ യൂസ് ചെയ്യണമെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് നമുക്ക് ആ ഒരു സെൻറ്റൻസ് പറയുമ്പോഴേ അറിയാം എത്ര കാലമായി എന്നുള്ള. അപ്പം ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. പിന്നെ എങ്ങനെയാണ് പിന്നെ നമ്മൾ ഓർത്ത് വെച്ചേക്കുന്നത് സബ്ജക്റ്റ് എന്താ, ഐ ആണോ, ഹി ആണോ, ഷീ ആണോ, ദേ ആണോ, ആ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് നമുക്കിവിടെ ഹാസ് ചേർക്കണോ, ഹാവ് ബീൻ ചേർക്കണോ, ഹാസ് ബീൻ ഉപയോഗിക്കണോ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ അപ്പോൾ നമ്മൾ ഓൾറെഡി സബ്ജക്റ്റ് എഴുതി, ഹാസ് ഓർ ഹാവ് ബീൻ എഴുതി. പിന്നെ ഓർക്കേണ്ടത് വെയിറ്റ് അല്ല ഏതെങ്കിലും ഒരു വെർബ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ING യൂസ് ചെയ്യണമെന്ന് ഓർക്കുക. പിന്നെ ഓർക്കുന്നത് സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിച്ച് എഴുതണോ വേണ്ടയോ. ഇപ്പം ഇത് ഒരു കാലഘട്ടം, ഞാൻ പറഞ്ഞില്ലേ, ഒരു കാലത്തെ പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ നമുക്ക് ഫോർ യൂസ് ചെയ്യാം. ഒരു പോയിൻ്റ് ഓഫ് ടൈം ആണെങ്കിൽ നമുക്ക് സിൻസ് യൂസ് ചെയ്യാം. ഒരു പ്രത്യേക ടൈം അവിടെ സമയം പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുവാണ്. അപ്പം ഞാൻ രാവിലെ മുതൽ നിന്നെ കാത്തിരിക്കുകയാണ്. അപ്പം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. അപ്പം ഈ ഹാസ് ബീൻ, ഹാവ് ബീൻ ഇനി നിങ്ങൾ മറക്കല്ല, ജസ്റ്റ് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഈ ഇങ്ങനത്തെ സെൻറ്റൻസിൽ എവിടെ കണ്ടാലും പണ്ടും പഠിക്കുകയായിരുന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഹാസ് ഓർ ഹാവ് ബീൻ യൂസ് ചെയ്തിട്ട് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഞാൻ 2 മണിക്കൂറായി പഠിക്കുകയാണ്, ജോലി ചെയ്യുകയാണ് ഇപ്പോൾ, അങ്ങനെയുള്ള സെൻറ്റൻസ് എവിടെ കണ്ടാലും നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. ഹാസ് ഓർ ഹാവ് ബീൻ ചേർത്തിട്ട് എഴുതാം. പിന്നെ സിൻസ് ഫോറും കൂടെ ചേർത്തിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നമുക്ക് അടുത്ത പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവർ 3 ദിവസം അവിടെ നിന്നു. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. നിന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്ക് ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായി. ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണിത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവർ എന്ന് പറഞ്ഞാൽ എന്താ, ദേ. അപ്പോൾ 3 ദിവസം ഇംഗ്ലീഷിൽ പറയുന്നത് 3 days. അപ്പം ഒരു ദിവസം ആണെങ്കിൽ നമുക്ക് ഡേയ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഡേ എന്ന് പറഞ്ഞാൽ മതി. ഇത് കുറേ ദിവസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഡേയുടെ കൂടെ യൂസ് ചെയ്യുന്നത്, ഡേയ്സ്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ദെയർ. അവിടെ എന്ന് വെച്ചാൽ ദെയർ. നിൽക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ, സ്റ്റേ. നിൽക്കുക സ്റ്റേ എന്നാണ്. ഇവിടെ നിന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ സ്റ്റേയുടെ പാസ്റ്റ് ഫോം ആക്കി സ്റ്റേഡ് നമുക്ക് എഴുതാം. അപ്പം എങ്ങനെയാണ്, അവർ 3 ദിവസം അവിടെ നിന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, ദേ സ്റ്റേഡ്. നമ്മുടെ സ്റ്റേയെ പാസ്റ്റ് ഫോം ആക്കി സ്റ്റേഡ് ആക്കി. ദേ സ്റ്റേഡ് ദെയർ, അവിടെ, for 3 days. They stayed there for 3 days. അവർ 3 ദിവസം അവിടെ നിന്നു. അപ്പം നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം ഈ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഉണ്ട്, നമുക്കറിയാമല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, ദേ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ദേ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പിന്നെ നമുക്ക് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, അപ്പം സ്റ്റേ ആണ് ഇവിടുത്തെ വെർബ്. സ്റ്റേയെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റേഡ് ആക്കി, ED യൂസ് ചെയ്തിട്ട്. അപ്പോൾ ദേ സ്റ്റേഡ് അങ്ങനെ. പിന്നെ എങ്ങനെ പിന്നെ for 3 days, നമ്മൾ ഈ ഡേയ്സിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 4 ഉപയോഗിച്ചത്. ഡേയ്സ്, എത്ര ഡേയ്സ്, ഒരു പീരീഡ് ഓഫ് ടൈം 3 days. അപ്പോൾ ആ ഒരു കാലഘട്ടം, 3 ദിവസത്തെ ആ ഒരു സമയത്തെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 4 യൂസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ്, ദേ സ്റ്റേഡ് ദെയർ ഫോർ 3 days. അവർ 3 ദിവസം അവിടെ നിന്നു. അപ്പം ഈ ഒരു ഫോം ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഞാൻ ഇവിടെ എഴുതിയേക്കാം, നമ്മളിവിടെ എങ്ങനെ സ്റ്റേയെ കൺവേർട്ട് ചെയ്ത് നമ്മൾ സ്റ്റേഡാക്കി. STAYED പാസ്റ്റ് ഫോം, STAYED ഇപ്പോൾ പാസ്റ്റ് ഫോമായി. സ്റ്റേയുടെ പാസ്റ്റ് ഫോമാണ് സ്റ്റേഡ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് എഴുതിയത് സബ്ജക്റ്റിൻ്റെ കൂടെ. അപ്പോൾ അതാണ് ഈ ഇതിൻ്റെ സ്ട്രക്ചർ. എങ്ങനെയാണ്, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്.
അപ്പം ഓർത്ത് വെച്ചേക്കുക ഇത്. അപ്പോൾ നെക്സ്റ്റ് പോയിൻറ്റ്, ഞങ്ങൾ 2016 മുതൽ ഇവിടെ താമസിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഈ സെൻറ്റൻസ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇവർ താമസിക്കാൻ തുടങ്ങിയിട്ടെന്താ 2016 ഇപ്പോഴും താമസിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിനെ നമുക്ക് പറയാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ്. അപ്പം അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഇംഗ്ലീഷിൽ എഴുതാൻ പോകുന്നത്. അപ്പം നമുക്ക് എളുപ്പമായിരിക്കും ഇത് എഴുതിയിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ എങ്ങനെയാണ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് സിൻസ് ഓർ ഫോർ കൂടെ നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ഫോം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് എങ്ങനെ എഴുതാം? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹിയർ. താമസിക്കുക ലീവ്. അപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. വി ഹാവ് ബീൻ ലീവാണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മൾ ഈ ലീവ് എന്നുള്ളത് നമ്മൾ ഈ മാറ്റിയിട്ട് നമ്മൾ ING യൂസ് ചെയ്യണം. അപ്പോൾ ലിവിങ്ങായി. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ. ഇവിടെ ഹിയർ എപ്പോൾ തൊട്ടാ? സിൻസ് 2016. അപ്പം വി ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2016. അപ്പം ഞങ്ങൾ 2016 മുതൽ ഇവിടെ താമസിക്കുകയാണ്. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2016. അപ്പം നമ്മൾ ഈ ഒരു ഫോം ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ വിയുടെ കൂടെ എന്താണ് ആഡ് ചെയ്തത്? ഇവിടെ നമുക്ക് ഹാസോ ഹാവ് ബീനോ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്തു. വി ഹാവ് ബീൻ. അപ്പം നമ്മൾ പഠിച്ചായിരുന്നു വി, ദേ, യു. അപ്പം ഇങ്ങനെയുള്ള പ്ലൂറൽ നൗണിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും ഹാവാണ് യൂസ് ചെയ്യണത്. ഹാസ് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഹാസ് യൂസ് ചെയ്യുന്നത് ഹീ, ഷീ, ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഹാസ് യൂസ് ചെയ്യും. ഇവിടെ ഹാസ് ബീൻ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്ലൂറൽ നൗൺ ആയതുകൊണ്ട് നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്തു. ഹാവ് ബീൻ. അപ്പം വി സബ്ജക്റ്റ്, ഹാവ് ബീൻ ഉപയോഗിച്ചു. പിന്നെ നമ്മളെന്താ? വെർബ് പ്ലസ് ING ഫോം. ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ലീവാണ് ഇവിടുത്തെ വെർബ്. ഞാനിവിടെ വെർബ് എന്ന് എഴുതി. അപ്പോൾ ആ വെർബിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തു വെർബ്. അപ്പോൾ ലിവിങ്. അപ്പം പിന്നെ എങ്ങനെയാണ്? പിന്നെ നമുക്ക് ഓർക്കോ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ അവിടുത്തെ ആ ഒരു ടൈമിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് സിൻസ് അല്ലെങ്കിൽ ഫോർ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സിൻസ് ആണ്. സിൻസ് എന്താ ഉപയോഗിച്ചത് നമ്മളിവിടെ? കാര്യം ഇതിവിടെ സ്പെസിഫിക് ടൈം പറയുന്നുണ്ട്, 2016 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ സിൻസ് യൂസ് ചെയ്തു. ഫോർ ആണെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു കാലഘട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഫോർ യൂസ് ചെയ്യാം. ഓൾറെഡി തൊട്ട് മുമ്പത്തെ ഇതിൽ ഞാൻ പഠിച്ചാൽ 3 days അല്ലെങ്കിൽ 4 years അങ്ങനെയുള്ളൊരു കാലഘട്ടത്തെ പറയുവാണെങ്കിൽ നമുക്കവിടെ ഫോർ യൂസ് ചെയ്തിട്ട് എഴുതാം. പക്ഷേ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് 2016. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമുക്ക് സിൻസ് ഉപയോഗിക്കാം. സിൻസ്. അപ്പോൾ എങ്ങനെയാണ്? വി ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2016. ഞങ്ങൾ 2016 മുതൽ ഇവിടെ താമസിക്കുകയാണ്. അപ്പം ഓർത്ത് വെച്ചേക്കുക എവിടെ ഹാവ് ബീൻ. നമ്മൾ സബ്ജക്റ്റ് കണ്ടാലും നമുക്കറിയാം ഇവിടെ എങ്ങനെ ബാലൻസ് എഴുതേണ്ടതെന്ന്. ഇവിടെ സബ്ജക്റ്റ് വി ആയതുകൊണ്ടാണ് ഇവിടെ ഹാവ് ബീൻ എഴുതിയത്. ഹി ആയിരുന്നെങ്കിൽ ഹി ഹാസ് ബീൻ നമ്മൾ ഹാസ് യൂസ് ചെയ്യാമായിരുന്നു. ഷീ ആയിരുന്നെങ്കിൽ ഹാസ് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ വി, യു, ദേ അങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് ഹാവ് ബീൻ യൂസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. ഞാൻ വീണ്ടും നമ്മൾ ആ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ഇതൊക്കെ പറഞ്ഞാലേ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചെങ്കിലും നമ്മൾ ഓരോ സെൻറ്റൻസിലും കൂടി ഇത് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇനിയും നമ്മൾ എവിടെയൊക്കെ ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോൾ അവിടെ എല്ലാം നമ്മൾ ആ സ്ട്രക്ചറും പറഞ്ഞിട്ട് പോകുമ്പോൾ ഇപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ എപ്പോഴും ഈ സ്ട്രക്ചർ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അവിടെ സബ്ജക്റ്റ് വി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഹാവ് ബീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അവിടെ സബ്ജക്റ്റ് ഇതാണ് വെർബ് ഇതാണെന്ന് നമുക്ക് നോക്കണ്ട, നമുക്ക് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങൾ 2016 മുതൽ ഇവിടെ താമസിക്കുകയാണ്. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2016. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, വൈകുന്നേരം മുതൽ മഴ പെയ്യുകയാണ്.
അപ്പം നമുക്ക് ഈ സെൻറ്റൻസ് കേട്ടപ്പോഴേ മനസ്സിലായി ഇത് വൈകുന്നേരം തൊട്ട് തുടങ്ങിയതാണ് മഴ, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് എങ്ങനെ പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് പറയാം. കാര്യം ഇതൊരു കണ്ടിന്യൂ ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പോണത്. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. ഒന്നും കൂടെ ഞാനിത് എഴുതുന്നു പറഞ്ഞാൽ ഓരോ സെൻറ്റൻസിൻ്റെ കൂടെ ഇത് എഴുതുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എഴുതുന്നത്. അപ്പം ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. പിന്നെ ഓർക്കുക, ഇവിടെ ഈ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പ്രത്യേകിച്ച് ടൈമിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടായിരിക്കും, ടൈം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെ. അപ്പോൾ അതുകൊണ്ട് സിൻസ് ഓർ ഫോർ ഇങ്ങനെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കും ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ നോക്കാം. വൈകുന്നേരം മുതൽ മഴ പെയ്യുകയാണ്. വൈകുന്നേരത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഈവനിങ്. മഴ റെയിൻ. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. വൈകുന്നേരം മുതൽ മഴ പെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ്? ഇറ്റ്, നമ്മളിവിടെ ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യാൻ പോണത്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ഈവനിങ്. അപ്പം ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ഈവനിങ് ഞാൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തെല്ലാം അങ്ങനെ മിക്സപ്പ് ആയ പോലെ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. വൈകുന്നേരം മുതൽ മഴ പെയ്യുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ഈവനിങ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? അപ്പോൾ ഇറ്റാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം നമുക്ക് സബ്ജക്റ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താ ചേർക്കേണ്ടതെന്ന്. ഹാസ് ബീൻ. കാര്യം എന്താ? നമ്മൾ പഠിച്ചായിരുന്നു ഇറ്റ്, ഹി, ഷീ ഇങ്ങനെയുള്ളടത്തൊക്കെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ പ്ലൂറൽ ഫോംസ് ഏതൊക്കെയാണ്? ദേ, വി, യു അങ്ങനെയുള്ളടത്തൊക്കെ നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഹാസ് യൂസ് ചെയ്ത്. കാര്യം സബ്ജക്റ്റ് നോക്കണം നമ്മൾ. സബ്ജക്റ്റ് ഇറ്റാണ് വരുന്നത്. കാര്യം ഇവിടെ വൈകുന്നേരം മുതൽ മഴ പെയ്യുകയാണ്. അപ്പോൾ ഇതിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇറ്റ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പം ഇറ്റ് ഹാസ് ബീൻ, ഇറ്റാണ് വന്നത്. ഇറ്റ് ഹാസ് ബീൻ. പിന്നെന്താ നമ്മൾ യൂസ് ചെയ്ത്? ഇറ്റ് ഹാസ്. ഇപ്പം സബ്ജക്റ്റിൻ്റെ കൂടെ സബ്ജക്റ്റ് ഇറ്റ് പ്ലസ് ഹാസ് ബീൻ യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ഇവിടുത്തെ വെർബ് എന്താ? വെർബ് എന്ന് പറയുന്നതാണ് റെയിൻ ആണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ വെർബിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തു. അപ്പം റെയിനിങ് ആയി. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ പ്രത്യേകിച്ച് ഓർക്കണം, സിൻസ് ഓർ ഫോർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തത്? സിൻസ്. കാര്യം എന്താ? വൈകുന്നേരം പ്രത്യേകിച്ച് പറയുന്നുണ്ട്, വൈകുന്നേരം എന്ന്. അപ്പോൾ ഒരു സ്പെസിഫിക് പോയിൻ്റ് ഓഫ് ടൈമിനെ പറയാനാണ് സിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഇപ്പോൾ ഈ വൈകുന്നേരം എന്ന് പറയാതെ കുറച്ച് ഇപ്പം 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം പറയുന്ന അങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് ഫോർ യൂസ് ചെയ്യാം. അപ്പം സിൻസ് ഓർ ഫോർ. സിൻസ് യൂസ് ചെയ്യുന്ന സ്പെസിഫിക് പോയിൻ്റ് ഓഫ് ടൈം, ഇത് പീരീഡ് ഓഫ് ടൈം, ഫോർ പീരീഡ് ഓഫ് ടൈം. അപ്പം അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എങ്ങനെയാണ്? വൈകുന്നേരം മുതൽ മഴ പെയ്യുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ഈവനിങ്. അപ്പം ഈ ഒരു സ്ട്രക്ചർ ഓർത്ത് വെക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ സബ്ജക്റ്റിനെയാണ് നോക്കേണ്ടത്. സബ്ജക്റ്റ് എന്തായിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ബാലൻസ് എഴുതേണ്ടത്. ഇപ്പോൾ സബ്ജക്റ്റ് ഇറ്റ് ആയതുകൊണ്ടാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് അങ്ങനെയുള്ള ഇത് വന്നു കഴിഞ്ഞാൽ, സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സിംഗുലർ സബ്ജക്ട്സ് ആണ്, നമുക്ക് ഹാസ് യൂസ് ചെയ്യാം. ഇപ്പം യു, വി, ഡേ ഉള്ള സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് ഓർക്കുക, സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇവിടെ അല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലല്ല, വേറെ ഒരു സെൻറ്റൻസിലാണെങ്കിലും നമ്മൾ അവിടെ മെയിനായിട്ട് സബ്ജക്റ്റ് ആയിരിക്കണം നോക്കേണ്ടത്. ഇത് നമ്മൾ ഇപ്പം സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇതൊന്നും നമുക്ക് നമ്മൾ എഴുതുമല്ല, നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പം പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ പറയുവാണെങ്കിൽ തന്നെ ഇറ്റ് ഹാവ് ബീൻ റെയിനിങ് എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റാണ്. അപ്പം നമുക്ക് അറിയാമെങ്കിൽ നമുക്കവിടെ ഇറ്റ് ഹാസ് യൂസ് ചെയ്ത് പറയാമല്ലോ, ഇറ്റ് ഹാസ് ബീൻ. അപ്പം അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. എന്നാൽ ശരി, അടുത്ത പോയിന്റ് പഠിക്കാം. ഞാൻ 2 വർഷമായി ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി പഠിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് പറയാം. നമ്മൾ തൊട്ടൊന്ന് പഠിച്ചത് തന്നെയാണ്, ഒന്നും ഞാൻ പറയുകയാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഞാൻ, ഐ. അപ്പം 2 വർഷം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? 2 years. അപ്പം 1 വർഷമായാലും നമുക്ക് പറയാം എ ഇയർ. ഇത് കുറേ വർഷങ്ങളാകുമ്പോൾ നമുക്ക് ഇയറിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ട് ഇയേഴ്സ് നമുക്ക് പറയാം. പഠിക്കുക എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി.
അപ്പം ഞാൻ 2 വർഷമായി ഇംഗ്ലീഷ് പഠിക്കുകയാണ്. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഐ ഹാവ് ബീൻ, ഇവിടെ ഹാവ് ബീൻ യൂസ് ചെയ്തു. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 വർഷമായിട്ടല്ലേ, അപ്പം ഫോർ 2 years. I have been learning English for 2 years. അപ്പം ഞാൻ 2 വർഷമായി ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 years. അപ്പം ഇവിടുത്തെ ആ സ്ട്രക്ചർ ഞാൻ എഴുതാം. നമ്മൾ എങ്ങനെ ഇത് എഴുതിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. കാണാൻ പറ്റുന്നില്ലാന്ന് തോന്നുന്നു. വെർബ് പ്ലസ് ING പ്ലസ് നമുക്ക് ഓർക്കണം, നമ്മൾ 2 വർഷമായി ഇവിടെ ടൈമിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സിൻസ് ഓർ ഫോർ ഇവിടെ യൂസ് ചെയ്യണം, നമുക്ക് ഓർക്കണം. അപ്പം നമ്മളിവിടെ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 years. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റാണ് ഐ. അപ്പോൾ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഐ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഐ സബ്ജക്റ്റ് വന്നുകൊണ്ട് നമ്മളിവിടെ എന്താ യൂസ് ചെയ്തത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ എന്താ ഹാവ് ബീൻ യൂസ് ചെയ്ത കാര്യം? സബ്ജക്റ്റ് ഐ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ യു വി ഒക്കെ സബ്ജക്ട്സ് ആയിട്ട് വന്നാൽ നമുക്ക് ഹാവ് യൂസ് ചെയ്യാമെന്ന്. ഹാവ് ബീൻ അപ്പം നമ്മൾ യൂസ് ചെയ്തു. ഇവിടെ ഐ സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ഓർക്കുക സബ്ജക്റ്റ് നോക്കുക, എന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കണം എന്ത് എഴുതാന്ന്. അപ്പം ഐയുടെ കൂടെ നമുക്ക് ഹാസ് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഐ ഹാവിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഐ ഹാവ് ബീൻ, പിന്നെ എന്താ ഇവിടെ പറയണേ? വെർബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ലേൺ ആണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മൾ വെർബിൻ്റെ കൂടെ പ്ലസ് ING ഇവിടെ ആഡ് ചെയ്തു. അപ്പം ലേണിംഗിനായി ഐ ഹാവ് ബീൻ ലേണിംഗ് വെർബ് പ്ലസ് ING എന്നല്ലേ കാണിക്കണം. അപ്പം ലേണിൻ്റെ കൂടെ ING ആഡ് ചെയ്തപ്പം ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. പിന്നെ ഒരു ടൈമിനെ കാണിക്കണം. അപ്പോൾ അതൊരു സ്പെസിഫിക് ടൈം പറയുന്നുണ്ട് ഇവിടെ. 2 years ഒരു സ്പെസിഫിക് ആയിട്ടൊരു ടൈം പറയുന്നുണ്ട്, അല്ലാതെ കുറേ വർഷം അങ്ങനെയല്ല പറയണേ. അപ്പോൾ 2 years സ്പെസിഫിക് ടൈം പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയണേ? ഫോർ 2 years. അപ്പം നമ്മളിവിടെ എന്താ ഫോർ യൂസ് ചെയ്തത്? കാര്യം ഈ 2 years എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെയാണ് പറയണത്. 2 വർഷം ഒരു കാലഘട്ടത്തെയാണ് പറയുന്നത്, ഒരു സ്പെസിഫിക് പോയിൻ്റ് ഓഫ് ടൈം അല്ല, ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമാണ്. അപ്പം ഇപ്പോൾ 2 ദിവസം 2 വർഷം അതൊക്കെ ഒരു കറക്റ്റ് ടൈം അല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് നമ്മൾ ഫോർ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ സിൻസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, സിൻസ് അല്ലെങ്കിൽ ഫോർ യൂസ് ചെയ്യാമെന്ന്. സിൻസ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ കറക്റ്റ് ടൈം പറയുക, മോർണിംഗ്, ഈവനിങ്, നൈറ്റ്, അല്ലെങ്കിൽ 2016 അത് സംഭവിച്ചു, അല്ലെങ്കിൽ 8 PM അത് സംഭവിച്ചു. അപ്പോൾ ഒരു കറക്റ്റ് ടൈമാണ് അതെല്ലാം. അവിടെ എല്ലാം നമുക്ക് അങ്ങനെയുള്ള കറക്റ്റ് ടൈം പറയുന്നത് സിൻസ് യൂസ് ചെയ്യാം. ഒരു കാലഘട്ടം ഒരു കറക്റ്റ് ടൈം പറയാതെ 2 വർഷം 3 മാസം 2 ദിവസം അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തെ പറയുന്നിടത്ത് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 years. ഞാൻ 2 വർഷമായി ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പം ഓർത്തിരിക്കുക, എപ്പോഴും സബ്ജക്റ്റ് എന്താണെന്ന് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ് നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടതെന്ന്. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ 1 മണിക്കൂറായി പാചകം ചെയ്യുകയാണ്. നമുക്ക് മനസ്സിലായി ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പം. അവൾ 1 മണിക്കൂറായി ചെയ്യുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് പറയാം. അപ്പം എങ്ങനെ എഴുതാൻ നോക്കാം ഇംഗ്ലീഷിൽ. അവൾ ഷീ 1 മണിക്കൂർ 1 hour പാചകം ചെയ്യുക. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കുക്ക്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഫോർ 1 hour. ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഫോർ 1 hour. അവൾ 1 മണിക്കൂറായി പാചകം ചെയ്യുകയാണ്. നമ്മളിത് എഴുതിയത് ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് എഴുതിയത്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് ഇവിടെ എന്താ പറയുന്നത്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് സിൻസ് ഓർ ഫോർ. വെർബ് പ്ലസ് ING അത് ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് ഡൗട്ട് തോന്നേ. വെർബ് പ്ലസ് ING പിന്നെ നമ്മൾ ഓർത്ത് ചെയ്യേണ്ടതാണ് സിൻസ് ഓർ ഫോർ യൂസ് ചെയ്യാം ഈ ഒരു സെൻറ്റൻസിൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റാണ് ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് ഓർ ഹാവ് ബീൻ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എന്താ ആഡ് ചെയ്തത്? ഹാസ്.
അത് ഷീ ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. ഷീ, ഹി, ഇറ്റ് അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ ഹാസ് ആണ്, അല്ലെങ്കിൽ ഒരു പേര് ഒരാളുടെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഹാസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷീ ഹാസ് ബീൻ ആഡ് ചെയ്തു. പിന്നെ പ്ലസ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? കുക്കാണ് ഇവിടുത്തെ വെർബ്. ആ കുക്കിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തു. അപ്പോൾ കുക്കിംഗ്. പിന്നെന്താ? പിന്നെ അവിടെ പറയണത് അവൾ 1 മണിക്കൂറായി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലല്ലേ കാണിക്കുന്നത്, 1 മണിക്കൂർ. അപ്പോൾ നമുക്കവിടെ 4 യൂസ് ചെയ്യണം. ഫോർ 1 hour 4 യൂസ് ചെയ്തു. അപ്പം അവൾ 1 മണിക്കൂറായി പാചകം ചെയ്യുകയാണ്. ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഫോർ 1 hour. അപ്പം ഈ ഒരു സ്ട്രക്ചർ ഓർത്ത് വെച്ചേക്കുക. ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൻ്റെ സ്ട്രക്ചറാണ് ഇത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, കുഞ്ഞ് രാത്രി മുതൽ കരയുകയാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കുഞ്ഞ് നേരത്തെ കരയാൻ തുടങ്ങിയതാണ്. രാത്രി തൊട്ട് ഇപ്പോഴും കരയുകയാണ്. അപ്പം ഇത് കണ്ടിന്യൂ ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞ്. അപ്പം നമുക്ക് എങ്ങനെ ഈ സെൻറ്റൻസ് പറയാം? ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. കുഞ്ഞെന്ന് പറയുമ്പോൾ എന്താ? ബേബി. രാത്രി നൈറ്റ്. കരയുക എന്ന് വെച്ചാൽ ക്രൈ. അപ്പോൾ കുഞ്ഞ് രാത്രി മുതൽ കരയുകയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ദ ബേബി ഹാസ് ബീൻ ക്രൈയിങ്. എപ്പം മുതലാ? സിൻസ് നൈറ്റ്. The baby has been crying since night. കുഞ്ഞ് രാത്രി മുതൽ കരയുകയാണ്. The baby has been crying since night. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറാണിത്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് സിൻസ് ഓർ ഫോർ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ്. അപ്പം ഇവിടെ എങ്ങനെ നമ്മൾ എഴുതുക? ദ ബേബി ഹാസ് ബീൻ ക്രൈയിങ് സിൻസ് നൈറ്റ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ബേബിയാണ് സബ്ജക്റ്റ്. ദ ബേബി. അപ്പം ദ ബേബി എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നുകൊണ്ടാണ് ഇവിടെ ഹാസ് വന്നത്. അപ്പം ഇതൊരു സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പം നമ്മൾ ഹാസ് യൂസ് ചെയ്തു. ഹാസ് ബീൻ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഹാവ് ബീൻ അല്ല, ഹാസ് ബീൻ യൂസ് ചെയ്തു. പിന്നെന്താ? വെർബ് എന്ന് പറയുമ്പോൾ എന്താ? ക്രൈ. ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ട് നൈറ്റ് എന്ന് പ്രത്യേകിച്ച് പറയുന്നുള്ളൂ, രാത്രി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ രാത്രിയെ പ്രത്യേകിച്ച് പറയുന്നതുകൊണ്ടാണ് സിൻസ് യൂസ് ചെയ്തത്. നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ടൈമിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ല. ജസ്റ്റ് ഒരു 2 ദിവസമോ 2 ആഴ്ചയോ അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ നമുക്കതൊരു കാലഘട്ടമാണ്. അപ്പോൾ 4 യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സിൻസ് ഉപയോഗിക്കാൻ കാരണം ആ പ്രത്യേകിച്ച് ആ ഒരു ടൈമിനെ എടുത്ത് കാണിക്കുന്നുണ്ട്, രാത്രി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ സിൻസ് യൂസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ്? ദ ബേബി ഹാസ് ബീൻ ക്രൈയിങ് സിൻസ് നൈറ്റ്. ദ ബേബി സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ യൂസ് ചെയ്തു പ്ലസ് ക്രൈയെ നമ്മൾ ക്രൈയിങ്ങിലോട്ടാക്കി. ക്രൈയിങ് പ്ലസ് വെർബ് പ്ലസ് ING യൂസ് ചെയ്തിട്ട്. വെർബാണ് ക്രൈ, പിന്നെ ING ആഡ് ചെയ്തു. പിന്നെന്താ? സിൻസ് നൈറ്റ്. അപ്പോൾ കുഞ്ഞ് രാത്രി മുതൽ കരയുകയാണ്. ദ ബേബി ഹാസ് ബീൻ ക്രൈയിങ് സിൻസ് നൈറ്റ്. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? റിതു 2 മണിക്കൂറായി ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി 2 മണിക്കൂറായി കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും കളിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന സെൻറ്റൻസ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എഴുതാം? അപ്പം ഇംഗ്ലീഷിൽ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാം. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? 2 hours. കളിക്കുക, പ്ലേ. അപ്പം റിതു ഹാസ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours. അപ്പം ഇവിടെ എന്താ? ഇവിടെ നമുക്ക് ആ സ്ട്രക്ചർ അറിയാം. തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ റിതു ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് റിതു ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. നമ്മൾ ഹാസ് ബീൻ യൂസ് ചെയ്തു. ഹാസ് ബീൻ. പിന്നെ നമ്മൾ വെർബ് എന്ന് പറഞ്ഞാൽ പ്ലേ ആണ് വെർബിൻ്റെ കൂടെ ING ആഡ് ചെയ്ത്. ഇപ്പോൾ പ്ലേയിങ് ആയി. പിന്നെ നമ്മളിവിടെ 4 ആണ് യൂസ് ചെയ്തത്, സിൻസ് അല്ല. കാര്യം എന്താ? 4 യൂസ് ചെയ്യാൻ കാരണം 2 hours. ഒരു കറക്റ്റ് ടൈം പറയുന്നില്ല. 2 hours 2 മണിക്കൂറിനെ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമാണ് 2 hours. ആ ഒരു സമയത്ത് ഒരു കാര്യം, കാലഘട്ടം എന്ന് പറയത്തില്ല അത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4 യൂസ് ചെയ്തത്. കറക്റ്റ് ടൈം പറയാത്തതുകൊണ്ടാണ് നമ്മൾ 4 യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ.
അപ്പം ഋതു ഹാസ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours. ഋതു 2 മണിക്കൂറായി ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പം സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഹാസ് ബീൻ ആണോ ഹാവ് ബീൻ ആണോ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഋതു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹാസ് ബീൻ യൂസ് ചെയ്തു. ഇവിടെ എന്തൊക്കെ വന്നാലാണ് ഹാസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഹീ ഷീ ഇറ്റ്. ഇപ്പോൾ ഒരു പേര് ഇപ്പം നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത് ഇപ്പം യു വി ദേ അങ്ങനെ സബ്ജക്ട്സിൽ വന്നാൽ നമുക്ക് ഹാവ് ബീൻ ഇവിടെ ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഋതു ഒരു പേരാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഹാസ് ബീൻ യൂസ് ചെയ്താണ് എഴുതിയത്. പിന്നെ ഫോർ യൂസ് ചെയ്തത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം ഋതു 2 മണിക്കൂറായി ഫുട്ബോൾ കളിക്കുകയാണ്. ഋതു ഹാസ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിൻറ്റ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്സുമായിട്ട് കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.